നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ അവസാന പാദമായ ന്യൂസിലൻഡ് പര്യടനം നടക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി ന്യൂസിലൻഡ് പര്യടനം പൂർത്തിയാക്കി ഭാരതത്തിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രി ചരിത്രപരമായ ഒരു സന്ദർശനമാണ് ന്യൂസിലൻഡിൽ നടത്തുന്നത്. കാരണം കഴിഞ്ഞ 40 വർഷത്തിൽ അതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. 4 പതിറ്റാണ്ടുകളായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ന്യൂസിലൻഡ് സന്ദർശിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയിരിക്കുന്നത്. ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ന്യൂസിലൻഡ് ഭരണകൂടം നൽകിയത്. അവിടുത്തെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ എല്ലാ പ്രോട്ടോക്കോളുകളും മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി. ഓക്ലൻഡിലെ ഗവൺമെൻറ് ഹൗസിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും തമ്മിലുള്ള ഔദ്യോഗികമായ കൂടിക്കാഴ്ച നടന്നത്. മാത്രമല്ല, പ്രശസ്തമായ സ്കൈ ടവർ ഇന്നലെ ത്രിവർണ്ണ പതാക ഏന്തി നിൽക്കുകയും ചെയ്തു. അതായത് ത്രിവർണ്ണ പതാക എന്ന രീതിയിൽ ദീപാലങ്കാരം ചെയ്ത് നിൽക്കുകയായിരുന്നു സ്കൈ ടവർ, ഇന്ത്യയോടുള്ള ആദര സൂചകമായി. അത്രമാത്രം ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ന്യൂസിലൻഡിൽ ലഭിച്ചത്. ഇന്ത്യ ന്യൂസിലൻഡ് വ്യാപാര കരാർ യാഥാർത്ഥ്യമായതിന് തൊട്ടുപിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വ്യാപാര കരാർ വളരെ സുപ്രധാനമായ വ്യാപാര കരാറിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ 2 രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത്. സത്യത്തിൽ അതിവേഗതയിലാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇരു രാജ്യങ്ങളും പൂർത്തിയാക്കിയത്. വിശദമായ ചർച്ചകൾക്കെടുത്തത് വെറും 13 മാസം മാത്രമായിരുന്നു. അതായത് 2025 മാർച്ചിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വയ്ക്കുന്നത്. 2026 ഏപ്രിലിൽ തന്നെ ഈ ചർച്ചകൾ പൂർത്തീകരിക്കാനും വീണ്ടും പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയപ്പോൾ ഈ കരാർ ഒപ്പുവയ്ക്കാനും സാധിച്ചു. റെക്കോർഡ് വേഗതയിൽ ചർച്ചകൾ പൂർത്തിയാക്കി കരാർ യാഥാർത്ഥ്യമാവുകയായിരുന്നു. കാരണം 2 രാജ്യങ്ങളുടെയും ആവശ്യം അതായിരുന്നു. വ്യാപാര ബന്ധങ്ങൾക്ക് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ 1-2 രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് ഇപ്പോഴത്തെ ആധുനിക ലോകക്രമമനുസരിച്ച് വലിയ റിസ്ക്കുള്ള കാര്യമാണ്. അമേരിക്ക കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപിൻ്റെ നേതൃത്വത്തിൽ വ്യാപാര രംഗത്ത് കിടന്ന് അഴിഞ്ഞാടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത എല്ലാ രാജ്യങ്ങൾക്കും നേരെ ഇറക്കുമതി ചുങ്കം ചുമത്തി മുന്നോട്ട് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യയെപ്പോലെ മറ്റു പല രാജ്യങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് ട്രംപിൻ്റെ ഈ പറയുന്ന നയം കാരണം കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനായി ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും വ്യാപാര ബന്ധത്തിനായി പല രാജ്യങ്ങളെയും ആശ്രയിക്കുക എന്ന ഒരു പോളിസിയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു നയം സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് ന്യൂസിലൻഡ്. വ്യാപാര പങ്കാളിയായി 1-2 രാജ്യം മാത്രം പോരാ, ഒട്ടനവധി രാജ്യങ്ങൾ വ്യാപാര പങ്കാളികളായി വേണം. എന്നാൽ മാത്രമേ തടസ്സമില്ലാത്ത വ്യാപാരം നടക്കുകയുള്ളൂ, സപ്ലൈ ചെയിൻ മുറിയാതിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദൗത്യത്തിലായിരുന്നു ന്യൂസിലൻഡ്. അമേരിക്ക ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഇറക്കുമതി ചുങ്കം ഒക്കെ ഏർപ്പെടുത്തുന്ന സമയത്ത്, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ പിഴച്ചുങ്കമൊക്കെ ചുമർത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇന്ത്യയും ഇത്തരത്തിൽ ഒരു വലിയ വൈവിധ്യവൽക്കരണം നടത്തിയിരുന്നു. കയറ്റുമതിയായാലും ഇറക്കുമതിയായാലും നിരവധി രാജ്യങ്ങളുമായി കരാറുകൾ വേണമെന്ന് ഇന്ത്യയും ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടും UK-യുമായിട്ടുമെല്ലാം ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത്. ഈ സാഹചര്യത്തിലാണ്, അതായത് കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത 2 രാജ്യങ്ങളും ഒരേ സമയം പരിഗണിക്കുമ്പോഴാണ് ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധത്തിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടാകുന്നത്. ആ മുന്നേറ്റമാണ് 2025 നമ്മൾ കണ്ടത്. 2025 മുതൽ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ചർച്ചകൾ തുടങ്ങി 2026 ഏപ്രിലിൽ തന്നെ അതിൽ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് 2 രാജ്യങ്ങളുടെയും നേട്ടമാണ്. നിലവിലെ ഇന്ത്യ ന്യൂസിലൻഡ് വ്യാപാരത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് $2.25 ബില്യൺ ആണ്. പുതിയ വ്യാപാര കരാർ നിലവിൽ വന്നതോടുകൂടി 2030 ആകുമ്പോഴേക്കും ഈ വ്യാപാരം ഇരട്ടിക്കും എന്നാണ് കണക്ക്. മാത്രമല്ല 15 കൊല്ലത്തിനുള്ളിൽ $20 ബില്യൺ നിക്ഷേപം ഇന്ത്യയിൽ ന്യൂസിലൻഡ് നടത്തുമെന്നും വാഗ്ദാനമുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് സന്ദർശിച്ചിരിക്കുന്നത്. നിരവധി ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരും അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്.
അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അവിടുത്തെ വംശവെറിയന്മാർ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ന്യൂസിലൻഡിലേക്ക് കുടിയേറി പാർക്കുന്നുവെന്നും പിന്നീട് അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ന്യൂസിലൻഡിലേക്ക് വരുന്നുവെന്നും ന്യൂസിലൻഡിൽ സ്ഥിരമായി താമസിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നും ഇത് നിർത്തലാക്കണമെന്നും ഇത്തരത്തിലുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കണമെന്നുമൊക്കെ ആവശ്യപ്പെട്ട് ന്യൂസിലൻഡിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ന്യൂസിലൻഡിലെ ചില പാർട്ടികളും അതുപോലെ തന്നെ സംഘടനകളുമാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ. ഇവർ പറയുന്നത് ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ്. ആരെങ്കിലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബാംഗങ്ങളോട് അടക്കം ന്യൂസിലൻഡിലേക്ക് കുടിയേറുകയാണ്. ഇത് തദ്ദേശ ജനതയുടെ തൊഴിൽ സാഹചര്യങ്ങളെ അടക്കം ബാധിക്കുന്നു എന്നും ഇവർ പറയുന്നു. ഇതിൻ്റെ പേരിൽ ഇന്ത്യക്കാർക്കെതിരെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യക്കാരെ വഴിവക്കത്ത് വെച്ച് ചീത്ത വിളിക്കുന്നു. ഇന്ത്യക്കാർക്കെതിരെ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ന്യൂസിലൻഡിൽ ഇപ്പോൾ തലപൊക്കിയിട്ടുണ്ട്. അതായത് വംശവെറിയന്മാർ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് അതിനും കൂടിയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. ഇന്ത്യക്കാർക്കെതിരെ ഇത്തരം നീക്കങ്ങൾ പാടില്ല. ഇന്ത്യക്കാർ ഏത് രാജ്യത്തായാലും സുരക്ഷിതമാകണമെന്ന സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് ഭരണകൂടത്തിന് നൽകി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസിലൻഡിലെ ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ നരേന്ദ്രമോദി കാണുന്നുമുണ്ട്. ന്യൂസിലൻഡിൽ നടക്കുന്ന ഇന്ത്യക്കാരുടെ അതിഗംഭീരമായ ഒത്തുചേരലിനെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കണ്ടിരുന്നു. 30,000-ഓളം പേരാണ് മെൽബൺ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായി തടിച്ചുകൂടിയത്. ഒരു വിദേശ രാഷ്ട്ര തലവന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി എന്ന റെക്കോർഡും ഈ പരിപാടി സ്വന്തമാക്കി. മെൽബണിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവേശത്തോടു കൂടിയുള്ള പ്രസംഗം കാഴ്ചവെക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രതിനിധികളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്നത് അവിടുത്തെ കമ്മ്യൂണിറ്റിയെ കാണുക, അവരെ അഭിസംബോധന ചെയ്യുക എന്നതാണ്. കാരണം ഇന്ത്യക്കാർ എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ ആത്മവിശ്വാസം ഈ പരിപാടികൾ കൊണ്ടുണ്ടാകും. കാരണം പ്രവാസികളായ ആളുകൾ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവിടേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന രാഷ്ട്രത്തലവൻ ചെന്നിറങ്ങുകയും അവരോട് രണ്ടു വാക്ക് സംസാരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആവേശം ഉയർത്തുന്ന ഒരു കാര്യമാണ്, അവരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ യാത്രകളിലും നടത്താറുണ്ട്. ന്യൂസിലൻഡ് യാത്രയിലും അത്തരമൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യും.